ഇതിലങ്ങനെ നിയമപ്രശ്നമുള്ളതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ മാറ്റേണ്ടതുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും മാറ്റേണ്ടതുണ്ടായിരുന്നില്ല. ജില്ലാ സെക്രട്ടറിയും തുറന്നു പറയണം. അവർ പറയണം, എന്തുകൊണ്ടാണെന്നുള്ളത് പറയണം, മുഖ്യമന്ത്രിയും പറയണം. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഞാൻ പറയുന്നില്ല, എന്തിനാ പറയാതിരിക്കണം, പറയണം. CPI നേതാവ് PK ശ്രീമതി റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ദിവ്യ എസ് അയ്യരാണ് ഒരു വലിയ വിഷയമായിട്ട് വന്നിരിക്കുന്നത്. വിഴിഞ്ഞം പോർട്ട് MD സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് ജോൺ ബ്രിട്ടാസ് പറയുന്നു, പിണറായി വിജയൻ പറയുന്നു, കുറേയധികം നേതാക്കൾ പറയുന്നു. ദിവ്യ എസ് അയ്യരെ മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട് ടീച്ചർ നിലപാട്? അങ്ങനെ ഗൂഢാലോചന നടന്നു എന്ന രൂപത്തിലല്ല, എന്തിനു മാറ്റി എന്നുള്ള ഒരു ചോദ്യമാണ്. കാരണം അങ്ങനെ ചോദിക്കാനിടയായിട്ടുള്ളൊരു കാരണം, കഴിഞ്ഞ 2-3 വർഷത്തിലേറെയായിട്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രോഗ്രസ്സിന്, മുന്നോട്ടുള്ള പോക്കിനും അതിൻ്റെ ഉദ്ഘാടനം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ അഭിനന്ദനാർഹമായ വിധത്തിലാണ് ദിവ്യ എസ് അയ്യർ നടത്തിയിട്ടുള്ളത്. ദിവ്യ എസ് അയ്യർ അങ്ങനെയാണ്. പത്തനംതിട്ട ജില്ലാ കലക്ടറായപ്പോൾ കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു കലക്ടറായിരുന്നു. ദിവ്യ എസ് അയ്യർ ഒരു എല്ലാ സർവ്വമേഖലയിലും അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം ചെറുപ്പക്കാർക്കുണ്ട് എന്നുള്ളത് കേരളം കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ ചെറിയ പ്രായത്തിൽ തന്നെ വിഴിഞ്ഞം പോലുള്ള ഒരു തുറമുഖത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കീ പോസ്റ്റിൽ ദിവ്യയെ ഇരുത്താനിടയായത്. അതുകൊണ്ടാണ് അഴിമതിരഹിതമായ, യാതൊരു കറപ്ഷനില്ലാത്ത അദ്ദേഹം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഭരിക്കുന്ന ഗവൺമെൻറ് ആരായാലും അവരോട് 100% ലോയൽറ്റി പുലർത്തുന്ന ഒരു ഓഫീസറാണ്. എനിക്കവരെ നേരിട്ടറിയാം. ഒരുപാട് തവണ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചും കണ്ടിട്ടുമുണ്ട്. അവരുടെ കുഞ്ഞു മോനെ ഞാൻ അടുത്തടുത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. വളരെ എനിക്കിഷ്ടമുള്ള ഒരു ഓഫീസറാണ് ദിവ്യ എസ്. അങ്ങനെയുള്ളൊരു ദിവ്യയെ ഇതുപോലുള്ള വിഴിഞ്ഞം തുറമുഖം പോലെ ഇത്രയും നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്ന മാറ്റിയതിൽ ഒരു അസ്വാഭാവികത ഉണ്ടോ? അല്ല, കേരളത്തിൽ അങ്ങനെയുള്ള കഴിവുള്ള ഓഫീസർമാരെ ചിലപ്പോൾ കൂടുതൽ പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് കൊടുക്കണമെന്ന്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുകളിലേക്ക് മാറ്റി അതിനേക്കാൾ കൂടുതൽ കഴിവുള്ള ഒരു ഓഫീസർ ഉണ്ട് എന്ന് ആ ഗവൺമെൻറ്റിന് തോന്നുകയാണെങ്കിൽ മാറ്റുന്നത് കൊണ്ട് ഇപ്പം നമുക്കെന്ത് പറയാൻ പറ്റും? ദിവ്യ എസ് അയ്യർ ഇപ്പോൾ 2-3 വർഷമായി ഇത്രയും നല്ലൊരു ഓഫീസറാണ്. പക്ഷേ ഈ ഗവൺമെൻറ് മാറി മറ്റൊരു ഗവൺമെൻറ് വന്നു. ഈ ഗവൺമെൻറ് വേറൊരു ഓഫീസർ വെക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അതുകൊണ്ട് ഇവരെ മാറ്റി എന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സ്വാഭാവിക നടപടിയായിട്ട് നമുക്ക് കാണണം. ദിവ്യ എസ് അയ്യരെ മാറ്റിയതുകൊണ്ട് മാത്രം എന്താ ഹെൽത്ത് സർവീസ് ഡയറക്ടറെ മാറ്റിയതിനെ സംബന്ധിച്ചൊന്നും പറയാത്തത്? ഹെൽത്ത് സർവീസ് ഡയറക്ടർ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിരുന്നു അതിലൊരു ചെറിയ നിയമ പ്രശ്നമുണ്ടെന്ന്. ഇതിലങ്ങനെ നിയമപ്രശ്നമുള്ളതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ മാറ്റേണ്ടതുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും മാറ്റേണ്ടതുണ്ടായിരുന്നില്ല. കാരണം ദിവ്യ എസ് അയ്യർ അത്രയും നമ്മുടെ പിണറായി സർക്കാർ ഉള്ള സമയത്ത് വളരെ ഫലപ്രദമായിട്ട് ഇടപെട്ട ഒരു ഓഫീസർ എന്നുള്ള നിലയിൽ മാറ്റേണ്ടതുണ്ടായിരുന്നില്ല. അവരെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചിരുന്നെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിന് അത് കൂടുതൽ പ്രയോജനം ചെയ്തേനെ എന്ന വ്യക്തിപരമായ ഇതേ നിലപാടാണ് KK രാഗേഷ് പറഞ്ഞത്. KK രാഗേഷ് പക്ഷേ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനം കൂടിയുണ്ട്. അപ്പം ദിവ്യ എസ് അയ്യരെ മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനാണ് ഇത്ര ധൃതി എന്ന് മുഖ്യമന്ത്രി VD സതീശനും കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജും ചോദിക്കുകയാണ്. കുറേയധികം ദ്വയാർത്ഥ പ്രയോഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള വിമർശനവും ഉണ്ട്. അതിനകത്ത് എന്താണ്? അങ്ങനെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരം വളരെ ആകാനിടയാവുമെന്ന പ്രശ്നങ്ങളിലോ മറ്റാരെങ്കിലും പറഞ്ഞ ഒരു അഭിപ്രായത്തിനോട് പ്രതികരിച്ച് മറ്റൊരു വിവാദമുണ്ടാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരവരുടെ അഭിപ്രായം പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. എൻ്റെ അഭിപ്രായം ഇതാണ്, അവരെ മാറ്റിയത് കൊണ്ട് പ്രത്യേകിച്ചൊരു വിവാദമുണ്ടാക്കേണ്ട കാര്യമില്ല. എന്നാൽ മാറ്റേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. അതാണ് അതിനെ സംബന്ധിച്ച് എനിക്കുള്ളത്. മറ്റാരെങ്കിലും ഇനി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞു, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി രാഗേഷ് പറഞ്ഞു, ഇതെല്ലാം എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതും അതിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് തുറന്നു പറയേണ്ടത്, ജനങ്ങളോട് തുറന്നു പറയേണ്ടത് പറഞ്ഞവർ തന്നെയാണ്. ജില്ലാ സെക്രട്ടറിയും തുറന്നു പറയണം. അവർ പറയണം, എന്തുകൊണ്ടാണെന്നുള്ളത് പറയണം, മുഖ്യമന്ത്രിയും പറയണം. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഞാൻ പറയുന്നില്ല, എന്തിനാ പറയാതിരിക്കണം, പറയണം. രാഗേഷിന്റെ ഭാഗത്തുനിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇതല്ല വന്നിരിക്കുന്നതെന്നാണോ? പറഞ്ഞു കഴിഞ്ഞതാണ് വസ്തുത. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഈ പാർട്ടിയിൽ പോയവർ തിരിച്ചെടുക്കാൻ കഴിയണം എന്നുള്ള, തെറ്റ് തിരുത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള MV ജയരാജൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതിനോട് ടീച്ചറിൻ്റെ നിലപാടെന്താണ്? അതിപ്പോൾ ഞാൻ വീണ്ടും പറയേണ്ട ഒരു കാര്യമില്ല. അതിനെ സംബന്ധിച്ച് ഇന്നലെ VP ജയരാജൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. വളരെ പാർട്ടിയുടെ നിലപാടിനോടൊപ്പം നിന്നുകൊണ്ട്, ഞാൻ ആ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത ഒരാളുമല്ല, അതിൽ ചർച്ച വന്നിരുന്നു എന്നാണ് അറിഞ്ഞത്.
അദ്ദേഹം അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നൽകിയിട്ടുണ്ട്. വീണ്ടും ഞാൻ അതിനെ സംബന്ധിച്ച് പറയേണ്ട ഒരു ആവശ്യം എന്താ ഉള്ളത്? പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗമൊക്കെയാണ് ചേരാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ഇനി ഇടതുപക്ഷത്ത്? പറയാൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കേരളത്തിലെ മൊത്തം ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും എല്ലാം ചേർന്നു ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള പിഴവുകളെ സംബന്ധിച്ച് പരിശോധിച്ചു. ആ പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിന് മേലെ ഞങ്ങൾ ചർച്ച ചെയ്യും. നേതൃമാറ്റം വേണമെന്നുള്ള അഭിപ്രായം അതിനെപ്പറ്റിയൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നതല്ല. ഇത് പരാജയം ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, തിരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, വീണ്ടും നമുക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഇത് കേരളത്തിൽ ഒരു പുത്തനൊന്നുമല്ല. പി.കെ. ശ്രീമതി വിവിധ വിഷയങ്ങളുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ചന്ദ്രനൊപ്പം റിപ്പോർട്ടർ വൈ എസ് അഭിനന്ദ്. ഇൻ റിപ്പോർട്ടർ ദില്ലി.